ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, മറിയ ഈ കാര്യങ്ങളൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടേ ഇരുന്നു എന്ന് എഴുതിയിരിക്കുന്നു. അവിടെ മാത്രമല്ല, അതിൻ്റെ അവസാനവും എഴുതിയിരിക്കുന്നു, മറിയ ഈ കാര്യങ്ങളൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അവിടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ആദ്യം നാം പറഞ്ഞ ഭാഗം, കർത്താവായിരിക്കുന്ന യേശു, ആ ശിശുവായിരുന്ന യേശുവിനെ കാണുവാൻ ആട്ടിടയന്മാർ വന്ന് ആ പുൽത്തൊട്ടിയിൽ കുഞ്ഞിനെ അപ്പനായിരുന്ന ജോസഫിനോടും മറിയയോടും ഒപ്പം കണ്ട ശേഷം അവർ ദൂതന്മാർ അരുളി ചെയ്ത കാര്യം പറയാണ്. സകല മനുഷ്യർക്കും ഉണ്ടാകുവാനുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത, കർത്താവായിരിക്കുന്ന യേശു, ലോകരക്ഷിതാവായിരിക്കുന്ന യേശു ഇന്ന് ബെത്ലഹേമിൽ, ദാവീദിൻ്റെ നഗരമായിരിക്കുന്ന ബെത്ലഹേമിൽ ജനിച്ചു എന്ന് ഇടയന്മാർ വന്ന് പറഞ്ഞ ആ വാർത്ത മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് ആദ്യം എഴുതിയിരിക്കുന്നു. പിന്നത്തെ ഇതിൽ അവർ യെരുശലേം ദേവാലയത്തിൽ കുഞ്ഞിനെ അവിടെ 8-ാം നാളിൽ പരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോകുമ്പോൾ അവിടെ 2 വ്യക്തികൾ ഉണ്ടായിരുന്നു. ശിമ്യോൻ എന്നൊരു വ്യക്തിയും, വളരെ വയസ്സു ചെന്ന കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരുന്ന ശിമ്യോൻ എന്നൊരു വ്യക്തിയും, ഹന്ന എന്ന് പറഞ്ഞ ഒരു പ്രവാചകിയും. അവിടെയും ആ കുഞ്ഞിനെ കരങ്ങളിൽ എടുത്ത് ശിമ്യോൻ പലതും പ്രവചിച്ചിട്ട് പറയുന്നു, നിന്റെ ഹൃദയത്തിൽ കൂടി ഇവൻ പലരുടെയും മറുത്ത് പറയലിനും വീഴ്ചയ്ക്കും കാരണമാകും, നിന്റെ ഹൃദയത്തിൽ കൂടിയും ഒരു വാൾ കടക്കും എന്നൊരു വാർത്തയും മറിയ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. പിന്നെയും 12-ാം വയസ്സിൽ യെരുശലേം ദേവാലയത്തിൽ വച്ച് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ചോദിക്കുകയാണ്, എൻ്റെ പിതാവിൻ്റെ ആലയത്തിൽ ഞാൻ ഇരിക്കേണ്ടത് ആകുന്നില്ലയോ എന്ന് ചോദിക്കുന്ന ആ വാർത്തയും അതും മറിയ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയാണ്. കാരണം അവളുടെ കുഞ്ഞു പ്രായത്തിൽ യോസഫിനോടൊപ്പം വിവാഹം നിശ്ചയിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ദൂതൻ ഇറങ്ങി വന്ന് അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, സ്വർഗത്തിൽ നിന്നൊരു പ്രജ നിന്നിൽ ഉത്ഭവിക്കും എന്ന് അരുളി ചെയ്ത ആ വാർത്ത അത് അങ്ങനെ തന്നെ ആയിരുന്നുവെന്ന് ഈ ഓരോ വ്യക്തികളിൽ കൂടിയും അവൾ കേട്ടു, അതിനെയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, നിങ്ങളെക്കുറിച്ചും സ്വർഗത്തിനൊരു പദ്ധതിയുണ്ട്. പലരിൽ കൂടി ദൈവം അത് നിങ്ങളെ അറിയിക്കും. കേൾക്കുന്ന കാര്യങ്ങൾ എല്ലാവരോടും പറഞ്ഞു നടക്കാതെ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ സംഗ്രഹിച്ച് ധ്യാനിക്കണം. കാരണം സ്വർഗം അരുളി ചെയ്താൽ അത് അപ്രകാരം തന്നെ സംഭവിക്കണം. നിങ്ങളെല്ലാവരോടും പറഞ്ഞു നടന്നാൽ ചിലപ്പോൾ അത് സംഭവിക്കണമെന്നില്ല. കാരണം പിശാച നന്മയെ തടയുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെയും സഹായിക്കുമാറാകട്ടെ.